ഹായ് ബിംബിലിക്ക് ബിലാപ്പീസ്, വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. അങ്ങനെ നമ്മുടെ സൂര്യണ്ണൻ്റെ പുതിയ പടം കണ്ടു. കറുപ്പിന് ശേഷം ഇറങ്ങിയ സുരുചിയുടെ പുതിയ പടം വിശ്വനാഥൻ സാൻഡ്സ്. സത്യം പറയാലോ, ട്രെയിലർ കണ്ടപ്പോണ്ടല്ലോ നല്ല അസലിൻ ചെമ്പുളി പടം വിചാരിച്ചത്. ഒരു പാസ്മലർ പടം, പക്ഷെ അത്രയ്ക്ക് ഒരു പാസ്മലർ ആയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു വട്ടം പോയിരുന്ന് കണ്ട് പോരാം, പ്രത്യേകിച്ച് ഫാമിലിക്ക് അത്യാവശ്യം കണ്ടിട്ടുണ്ടാവും. കാരണം ഒരു ബിഗ് ബഡ്ജറ്റ് സീരിയൽ കണ്ട ഒരു ഫീൽ കിട്ടും ഈ ഫാമിലിക്ക്, അത് ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഇത് എത്രത്തോളം കണ്ട് കത്തുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള സെയിം ക്ലീഷേ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നമ്മുടെ ദശരഥവും കുറച്ച് കാര്യസ്ഥനും ഇങ്ങനെയൊക്കെ കൂട്ടിക്കുഴച്ച് അങ്ങനത്തെ ഒരു പടം ഈ മലയാളത്തിലും തമിഴിലും എല്ലാ ലാംഗ്വേജിലും വന്ന് പഴകിപ്പോയിട്ടുള്ള സെയിം സ്റ്റോറി ലൈൻ തന്നെ പഴയ വീഞ്ഞിങ്ങനെ എടുത്ത് ഇങ്ങനെ കുപ്പിലാക്കി എത്ര നാൾ വിൽക്കുന്നുള്ളത് കണ്ടാണ്. പക്ഷെ അന്നിരുന്നാൽ കൂടി പഴയ വീഞ്ഞാണ്. അത്യാവശ്യം 2.25 മണിക്കൂർ ടൈമുണ്ട്. പക്ഷേ നമുക്ക് അധികം ലാഗൊന്നും ഫീൽ ചെയ്യിക്കാണ്ട് പിടിച്ചിരുത്താൻ സംവിധായകന് പറ്റിയിട്ടുണ്ട്. അത് സമ്മതിച്ചിരിക്കണം. പ്രത്യേകിച്ച് ഡയലോഗ്സൊക്കെ നല്ല നൈസ് ഡയലോഗ്സായിരുന്നു. ഇപ്പോൾ ക്ലീഷ ഡയലോഗ് ആണെങ്കിൽ കൂടി അത് പക്ഷേ കേൾക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ഡയലോഗിനൊക്കെ. കുറച്ച് നമുക്ക് എന്താ പറയുക ഫീൽ ചെയ്യുന്ന, നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്യുന്ന കുറച്ച് ഡയലോഗ്സൊക്കെ ഉണ്ട്. അതുപോലെ പെർഫോമൻസിന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യണ്ണൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആളൊരു എന്താ പറയുക, ആളൊരു സ്ക്രീൻ പ്രസൻസും അതുപോലെ സെൻറ്റിമെൻസിലൊക്കെ ആളുടെ പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. അത് പണ്ട് എങ്ങനെയാണല്ലോ, അതിലൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഞെട്ടിച്ചത് മമിതയാണ്. മമിത ആദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അത്യാവശ്യം വെറുപ്പിച്ച് കയ്യിൽ തരും എന്നായിരുന്നു. പക്ഷെ അല്ല കേട്ടോ, നൈസായിട്ട് ആ ഒരു ക്യാരക്ടർ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പിടിച്ചതുണ്ട്. അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അത് 2 പേർക്ക് തന്നെ ഈ പെർഫോമൻസ് ചെയ്യാനുള്ളൂ ഈ പടത്തിൽ. അവർ 2 പേരും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ അത്യാവശ്യം 2.25 മണിക്കൂർ പടത്തിനെ, അതും ഇങ്ങനെ ക്ലീഷേ ആയിട്ടുള്ളൊരു പടത്തിനെ ഇങ്ങനെ പിടിച്ചിരുത്താൻ ഒരു ചില്ലറ കാര്യമില്ല. അത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് നടന്നു, നല്ല എൻഗേജിങ് ആയിട്ട് പോവുകയും ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചൊരു അവിടെ ഇവിടേക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നിയത്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ മ്യൂസിക്, JVPയുടെ മ്യൂസിക് ചില സ്ഥലത്തൊക്കെ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ഇമോഷണലി നമുക്ക് ഫീൽ ആവണ സീൻസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോങ്സും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കൊക്കെ ഒരു വട്ടം പോയിട്ട് വലിയ കുഴപ്പമില്ലാതെ കണ്ടുപോരാം. അങ്ങനത്തെ ഒരു പടം. കഥയെക്കുറിച്ചും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ നല്ലൊരു എന്താ പറയുക ബിഗ് ബഡ്ജറ്റിലെടുത്തൊരു സീരിയൽ കാണാൻ പോകാമെന്ന് വെച്ചാൽ മതി. അപ്പോൾ നല്ല സീരിയൽ കേട്ടോ, മോശം കൂതറ സീരിയലല്ല, ഒരു ബിഗ് ബഡ്ജറ്റിലെടുത്ത നല്ല സീരിയൽ. ആ കാണാൻ പോകുന്ന വൈബിൽ പോയിട്ട് കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വട്ടം കണ്ടുപോരാം. റീസെൻ്റ്ലി പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ എന്ന് തന്നെ പറയാം. ലാസ്റ്റ് ഒരു ഭക്തിമാർഗ്ഗമാണല്ലോ പിടിച്ചത്. അത് തമിഴ്നാട്ടിൽ വൻ കുളത്തിൽ കൊളുത്തി അവിടുത്തെ ഒരു ഭക്തിയും വെച്ചിട്ട്. പക്ഷേ പിന്നെ പിന്നെ നേരെ തിരിഞ്ഞ് ഫാമിലിയും പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂടി ഒരു ഫ്രഷ് സബ്ജക്റ്റായിട്ട്, ഒരു കിഡിലൻ പെർഫോമൻസ് ആയിട്ട്, ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടറൊക്കെ ആയിട്ട് എന്നാണ് നമുക്ക് സൂര്യനാണ് തിരിച്ചു കിട്ടുക. സത്യം പറയാലോ, ഒരു പടം കണ്ടിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിയിട്ട് എത്ര വർഷമാണെന്നറിയോ. സൂര്യയുടെ കൊതി വന്നുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു പടവും കാണാനായിട്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അണ്ണൻ കൊണ്ട് തലവയ്ക്കുന്നതൊക്കെ ഇമാതിരി ഐറ്റംസിലാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഒരു കുഴപ്പമില്ലാത്തൊരു പടം എന്ന് പറയാനായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു വിശ്വനാഥൻ സൺസ് തന്നെയാണ്. അതിന് മെയിനായിട്ട് അതിനുള്ളൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ ഡയറക്ടർ തന്നെയാണ്. നമ്മൾ ലക്കി ഭാസ്കറൊക്കെ ചെയ്ത പിങ്കി അറ്റൂരി, അവൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ എനിക്കൊരു ആവറേജ് ടു ഗുഡ് എന്നുള്ളൊരു ഫീലാണ് കിട്ടിയത്. നിങ്ങളും തിയേറ്ററിൽ പോയിട്ട് പടം കാണുന്നവർ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു റിവ്യൂയോട് കൂടി ഇരുട്ടത്ത് മെഴുകുതിരിയും കത്തിച്ച് വെച്ചിരിക്കുന്ന പരിപാടി നിർത്താണ്. അധികം വൈകാതെ തന്നെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെന്താ പറയാനുള്ളത്? അപ്പോൾ ഓണൊക്കെ വരായി. അയ്യാം ഗെയിം മാറ്റി, ഖലീഫിൻ്റെ ബദലഹം യൂണിറ്റ് ഉണ്ട്, നമ്മുടെ ടോക്സിക് ഉണ്ട്. അതുകൂടാതെ വേറെ ഏതെങ്കിലും പടങ്ങളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് നേരെ കാണുന്ന പോലെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇനി അടുത്ത പടത്തിൻ്റെ റിവ്യൂമായിട്ട് വരുന്നത് വരെ നേർക്ക് നേർ കണ്ട് നമ്മൾ സംസാരിക്കുന്നത് വരെ സൈനിങ് ഓഫ്.
കാൻഡിൽമാൻ റിവ്യൂസ്.